നിഷ്പക്ഷമായ അന്വേഷണത്തിന് പാകിസ്ഥാൻ തയ്യാർ. പാക് പ്രധാനമന്ത്രി. പഹൽഗാം ആക്രമണത്തിൽ ആദ്യ പ്രതികരണവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. നിഷ്പക്ഷമായ അന്വേഷണത്തിന് പാകിസ്ഥാൻ തയ്യാറാണെന്നും എല്ലാത്തരം ഭീകരതയെയും രാജ്യം തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്നും ഷഹബാസ് പറഞ്ഞു. പഹൽഗാമിൽ നടന്ന ദുരന്തം ബ്ലെയിം ഗെയിമിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ്. നീതിയുക്തവും സുതാര്യവുമായ ഏത് അന്വേഷണത്തോടും സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യം അവസാനിപ്പിക്കണം, ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. അതിനിടെ പഹൽഗാം ആക്രമണത്തിൽ അന്താരാഷ്ട്ര അന്വേഷണത്തിന് തയ്യാറാണെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു. ഏത് അന്താരാഷ്ട്ര സംവിധാനങ്ങൾ അന്വേഷിച്ചാലും അന്വേഷണത്തോട് സഹകരിക്കുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ മുഹമ്മദ് ആസിഫ് പറഞ്ഞത്. തെളിവോ കൃത്യമായ അന്വേഷണങ്ങളോ ഇല്ലാതെയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിയുന്നതെന്നും പാകിസ്ഥാനെ അടിക്കാനുള്ള വിഷയമാക്കി പഹൽഗാമിനെ മാറ്റുകയാണെന്നും ഖോജ ആസിഫ് ആരോപിച്ചു. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിന് ഭീകര സംഘടനകൾക്ക് അഭയവും സാമ്പത്തിക സഹായവും നൽകുന്നതിന് നിരന്തരം ആരോപണം നേരിട്ടിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. പഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പാകിസ്ഥാൻ തുടക്കം മുതൽ പറയുന്നു. എന്നാൽ ആക്രമണം നടന്ന് ദിവസങ്ങൾക്കിപ്പുറം ഭീകരരെ സ്വാതന്ത്ര്യ സമര പോരാളികളെന്നാണ് പാകിസ്ഥാൻ വിളിച്ചത്. പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ ആയിരുന്നു ഇത്തരത്തിൽ പ്രതികരിച്ചത്. പാക് സൈനിക മേധാവിയുടെ കശ്മീരിനെ കുറിച്ചുള്ള പ്രകോപന പ്രസംഗത്തിന് പിന്നാലെയാണ് പഹൽഗാം ആക്രമണം ഉണ്ടായി എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. കശ്മീർ നമ്മുടെ സിരയാണെന്ന് ആരും മറക്കരുതെന്നും ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന് പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണമെന്നുമായിരുന്നു സൈനിക മേധാവിയുടെ വിവാദ പ്രസ്താവന. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ കീഴിലുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആക്രമണത്തിലെ പ്രധാന പ്രതികളിലൊരാളായ ആദിൽ അഹമ്മദ് താക്കൂർ പാക് ഭീകര സംഘടനകൾക്ക് കീഴിൽ സൈനികാഭ്യാസം നേടിയതാണെന്നാണ് റിപ്പോർട്ട്. താക്കൂറിനെ കൂടാതെ 6 പേരാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്.